പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നടന്ന 4ാം ക്ലാസ്സിൻ്റെ അറബിക് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. നഖ്റഉൽ ഫിക്ര വനുജീബു. ഫിക്ര വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. അജ്വദ് ദാരിസുൻ ഫിസ്സഫിർ റാബിയ. അജ്വദ് 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. ഉസ്റത്തുഹു ഫക്കീറ. അവൻ്റെ കുടുംബം വളരെ ദരിദ്രമായ കുടുംബമാണ്. യുഹിബ്ബു ഉമ്മഹു കസീറ. അവൻ്റെ ഉമ്മയെ നന്നായി ഇഷ്ടപ്പെടുന്നു. ഹിയ തഅമലു ഉളുവൻ ഫി ഫരീഖിൽ അഖ്ലർ. അവർ ഹരിതകർമ്മസേനയിലെ ഒരംഗമാണ്. അതിലാണ് അവർ ജോലി ചെയ്യുന്നത്. കുല്ല യോമിൻ തദ്ഹബു ഉമ്മഹു ഇലാ ബുയൂത്തിൽ ആഖരീൻ. എല്ലാ ദിവസവും ഉമ്മ മറ്റ് വീടുകളിലേക്ക് പോകും. വ തജ്മഉൽ ഫളലാത്ത്. എന്നിട്ട് വേസ്റ്റുകൾ ശേഖരിക്കും. കാന അജ്വദ് യൻതളിറു ഉമ്മഹു കുല്ല യോമിൻ ഇന്ദ ബവ്വാബത്തിൽ ബൈത്തി. എല്ലാ ദിവസവും അജ്വദ് അവൻ്റെ ഉമ്മയെ കാത്ത് ഗേറ്റിനരികിൽ നിൽക്കും. യൗമൻ വസലത്തുൽ ഉമ്മു ഇലൽ ബൈത്തി മുതാഖിറത്തൻ. ഒരു ദിവസം ഉമ്മ വൈകിയാണ് വീട്ടിലേക്കെത്തിയത്. വഫി യദിഹ സഅത്തുൻ ദക്കിയ. ആ ഉമ്മയുടെ കയ്യിൽ ഒരു സ്മാർട്ട് വാച്ച് ഉണ്ടായിരുന്നു. ഫസഅല അജ്വദ്. അജ്വദ് ചോദിച്ചു, യാ മാമ മിൻ ഐന ഹാദിഹി. ഇതെവിടെ നിന്നാണ് ഉമ്മ? അജാബത്തുൽ ഉമ്മ പറഞ്ഞു, വജത്തുഹ മിനൽ മുഹ്മലാത്ത്. എനിക്കത് വേസ്റ്റിൽ നിന്ന് കിട്ടിയതാണ് എന്ന് ഉമ്മ പറഞ്ഞു. ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. അജ്വദ് ഡാഷ് ഫി സൊഫിർ റാബിയ. അജ്വദ് 4ാം ക്ലാസ്സിലെ ദാരിസാണ്. ദാരിസുൻ ഫി സൊഫിർ റാബിയ. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. തഅമലു ഉമ്മു അജ്വദ് ഡാഷ്. അജ്വദിൻ്റെ ഉമ്മ ജോലി ചെയ്യുന്നത് എവിടെയാണ്? ഫി ഫരീഖിൽ അഖ്ലർ. ഹരിതകർമ്മസേനയിലാണ്. മൂന്നാമത്തെ ചോദ്യം. മിൻ ഐന വജത്തുൽ ഉമ്മു അസ്സാ. ഉമ്മ എവിടെ നിന്നാണ് വാച്ച് കണ്ടത്? വാച്ച് കിട്ടിയത് എവിടെ നിന്നാണ്? വജത്തുഹ മിനൽ മുഹ്മലാത്ത്. അല്ലേ? എവിടെ നിന്നാണ് കിട്ടിയത്? മുഹ്മലാത്തിൽ നിന്നാണ് കിട്ടിയത്. വേസ്റ്റിൽ നിന്നാണ് കിട്ടിയത്. അടുത്ത 4ാമത്തെ ചോദ്യം നോക്കൂ. മാദാ യജ്മഉ ഫരീഖുൽ അഖ്ലർ. ഈ ഹരിതകർമ്മസേന എന്താണ് ശേഖരിക്കുന്നത്? എന്താണ് ശേഖരിക്കുന്നത്? തജ്മഉ അൽ ഫളലാത്ത്. വേസ്റ്റുകളാണ് ശേഖരിക്കുന്നത്. മാദാ റഅ അജ്വദ് ഫി യദി ഉമ്മിഹി. മാദാ റഅ എന്താണ് കണ്ടത്? അജ്വദ് കണ്ടത് ഫി യദി ഉമ്മിഹി അവൻ്റെ ഉമ്മയുടെ കയ്യിൽ എന്താണ് കണ്ടത്? സാഅത്തുൻ ദക്കിയ. സ്മാർട്ട് വാച്ചാണ് കണ്ടത്. ഇനി നോക്കൂ. ഫക്കർ അജ്വദ് ലൈലൻ അനിസ. അന്ന് രാത്രിയിൽ അവൻ ആ സ്മാർട്ട് വാച്ചിനെ കുറിച്ച് ചിന്തിച്ചു. ഫജ്അത്തൻ പെട്ടെന്നാണ് തദക്കറ സ്വദീഖഹു നബീൽ. അവൻ്റെ കൂട്ടുകാരനായ നബീലിൻ്റെ ഓർമ്മ വന്നത്. കാരണം വകാന ഫി യദിഹി സാഅത്തുൻ ദക്കിയ. അവൻ്റെ കയ്യിൽ ഇതുപോലുള്ള സ്മാർട്ട് വാച്ച് ഉണ്ടായിരുന്നു. വഫി യൗമിത്താലി. അടുത്ത ദിവസം റഅ അജ്വദ് മിനൽ മദ്രസത്തി സ്വദീഖഹു നബീൽ. അടുത്ത ദിവസം അവൻ തൻ്റെ കൂട്ടുകാരനായ നബീലിനെ മദ്രസയിൽ വെച്ച് കണ്ടു. ഫദാറ ബൈനഹുമാ ഹിവാറുൻ. അങ്ങനെ അവർ തമ്മിലൊരു സംസാരം നടന്നു. ഇനി ആ സംഭാഷണം നോക്കൂ. നമുക്ക് ആ സംഭാഷണം പൂർത്തിയാക്കാം. ഹയ്യാ നുകമ്മിലുൽ ഹിവാർ. ഹിവാർ പൂർത്തിയാക്കാം. അവിടെ കോളത്തിൽ 2 വാക്കുകളുണ്ടോ? അംസി, ഇന്നലെ. അംസി എന്ന് പറഞ്ഞാൽ ഇന്നലെ. മുഹ്മലാത്ത്, വേസ്റ്റ്. അപ്പോൾ ഹിവാർ പൂർത്തിയാക്കാൻ നമുക്ക് ഈ വാക്കുകളും ഉപയോഗിക്കാം. നോക്കൂ. ഇനിയും അജ്വദ് ആദ്യം തന്നെ നബീലിനോട് പറയുകയാണ് സ്വബാഹുൽ ഖൈർ. നബീൽ എന്ത് മറുപടി പറഞ്ഞിട്ടുണ്ടാകും? അതെ, സ്വബാഹുൻ നൂർ. അജ്വദ് പിന്നെ ചോദിച്ചു കൈഫുൽ ഹാൽ. അതെ, ബിഖൈർ അൽഹംദുലില്ലാ, അല്ലെങ്കിൽ സൈൻ അൽഹംദുലില്ലാ എന്നൊക്കെ പറയാം. പിന്നെ അജ്വദ് ചോദിച്ചു ഐന സാഅത്തുക. ഐന സാഅത്തുക. നിൻ്റെ വാച്ച് എവിടെയാണ്? അപ്പോൾ നബീൽ പറഞ്ഞു ലോഅത്ത്. അത് നഷ്ടപ്പെട്ടു. അപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ എപ്പോഴായിരിക്കും നഷ്ടപ്പെട്ടത്? അംസി. ലാഅത്ത് അംസി, ഇന്നലെ നഷ്ടപ്പെട്ടു. പിന്നെ അജ്വദ് പറഞ്ഞു സാഅത്തുക ഇന്ദ ഉമ്മി. നിൻ്റെ വാച്ച് എൻ്റെ ഉമ്മയുടെ അടുത്തുണ്ട്. നബീൽ അപ്പോൾ ചോദിച്ചു മിൻ ഐന വജത്ത. എവിടെ നിന്നാണത് കിട്ടിയത്? അതെ, അജ്വദ് പറഞ്ഞു മിനൽ എവിടെ നിന്നാണ്? മിനൽ മുഹ്മലാത്ത്. മുഹ്മലാത്തിൽ നിന്നാണ്, വേസ്റ്റുകളിൽ നിന്നാണ്.
നബീൽ അപ്പോൾ എന്ത് പറഞ്ഞു? ശുക്രൻ എന്ന് പറഞ്ഞു. അപ്പോൾ അജ്വദ് അഫ്വൻ എന്നും പറഞ്ഞു. ഇനി നോക്കൂ, റജ അജ്വദ് മിനൽ മദ്രസ. അജ്വദ് മദ്രസയിൽ നിന്ന് മടങ്ങി. ഇലാ ബൈത്തിഹി അവൻ്റെ വീട്ടിലേക്ക് മസാഅൻ വൈകുന്നേരം. വഫിത്തൊരീക്കി വഴിയിൽ വെച്ച് സമിയ അജ്മദ് നഷീദ അജ്വദ് ഒരു നഷീദ കേട്ടു. ഫറആ ഉഷൻ അല ഷജറ അവൻ ഫറആ അപ്പോൾ കണ്ടു ഉഷൻ ഒരു കൂട് കണ്ടു, അല ഷജറ ഒരു മരത്തിൻ്റെ മുകളിൽ. ഫതദക്കറ അൻ മസാക്കിനിൽ ഹയവാനാത്തി വത്തുയൂർ അപ്പോഴാണ് അവന് പക്ഷികളുടെയും മൃഗങ്ങളുടെയും മസാക്കിനുകളെക്കുറിച്ച് വീടുകളെക്കുറിച്ച് അവനോർമ്മ വന്നത്. ഫഅൻഷദ നഷീദ അവനൊരു പാട്ടുപാടി. ആ പാട്ടാണ് ഇനി നമ്മൾ പൂരിപ്പിക്കേണ്ടത്. നുക്കമ്മിലു ബി മുസാഅദത്തിൽ സൂറ ചിത്രം നോക്കി ഈ പദ്യം പൂരിപ്പിക്കണം. കൽബുൻ കൽബുൻ ഹയവാനുൻ യസ്കുനു കൽബുൻ ഫിൽ വിജാർ. നോക്കൂ, കൽബുൻ കൽബുൻ ഹയവാനുൻ കൽബ് ഹയവാനാണ്, ഒരു മൃഗമാണ്. യസ്കുനു കൽബുൻ ഫിൽ വിജാർ കൽബ് വിജാറിൽ താമസിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ വരിയിൽ ആ മൃഗത്തിൻ്റെ പേര് പറഞ്ഞു, പിന്നെ അത് ഹയവാനാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ വരിയിലോ അതെവിടെയാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി അതുപോലെ ബാക്കിയുള്ള വരികളൊക്കെ നമുക്ക് നോക്കാം. ഗനമുൻ ഗനമുൻ ഹയവാനുൻ ആട് അല്ലേ? ഗനം എന്താണ്? ആട്. ആട് ഹയവാനാണ്. യസ്കുനു അനമുൻ ഫിൽ അതെ നമുക്കറിയാമല്ലോ. യസ്കുനു ഗനമുൻ ഗനമു താമസിക്കുന്നു എവിടെ? ഫിൽ മർബൽ ഫിൽ മർബൽ. അടുത്ത ചിത്രത്തിലുള്ളത് അസദാണ്. അസദുൻ അസദുൻ അസദ് എന്താ? ഹയവാനാണോ? അതെ, ഹയവാനാണ്. അസദുൻ അസദുൻ ഹയവാനുൻ യസ്കുനു അസദുൻ ഫിൽ അരീൻ. ദീക്കുൻ ദീക്കുൻ തോഇറുൻ യസ്കുനു ദീക്കുൻ ഫിൽ ദീക്കിൻ്റെ മസ്കൻ ഏതാണ്? അതെ, യസ്കുനു ദീക്കുൻ ഫിൽ ഹുമ്മി. ഫഅറുൻ ഫഅറുൻ ഹയവാനുൻ യസ്കുനു ഫഅറുൻ ഫി എവിടെയാണ്? ലഗസ് ലഗസിലാണ് ഫഅർ താമസിക്കുന്നത്. യസ്കുനു ഫഅറുൻ ഫിൽ ലഗസി. ഇനി താഴെയുള്ളത് നോക്കൂ, നാലാമത്തത് നസിലുൽ ബിൽ മുവാഫിക്കി യോജിച്ചതുമായി ചേർത്ത് എഴുതണം. നോക്കൂ, ഇവിടെ ഒരു ഭാഗത്ത് മുഫ്രദും മറ്റേ ഭാഗത്ത് ജംഉമാണുള്ളത്, ഏകവചനവും ബഹുവചനവും. അപ്പോൾ ഒന്നാമത്തെ ഭാഗത്തുള്ള മുഫ്രദിൻ്റെ ബഹുവചനം കണ്ടെത്തി അങ്ങോട്ട് നമുക്ക് ചേർത്ത് എഴുതാം. നോക്കൂ, സഹറുൻ സഹറിൻ്റെ ബഹുവചനം ഏതാണ്? അസ്ഹാറുൻ. നഹറുൻ അൻഹാറുൻ. ഷജറത്തുൻ അഷ്ജാറുൻ. ത്വാഇറുൻ തുയൂറുൻ. ഫറാഷത്തുൻ ഫറാഷാത്തുൻ. അല്ലേ? അപ്പോൾ എല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. അതിന് നേരെ ഇങ്ങനെ വരച്ചു കൊടുക്കണം. ഇനിയും അടുത്ത ചോദ്യം നോക്കൂ. അസമത്ത് ഉസ്രത്തു യാസിറ അലാ സിയാറത്തി ന്യൂഡൽഹി. ന്യൂഡൽഹി സന്ദർശിക്കാൻ വേണ്ടി യാസിറയുടെ കുടുംബം തീരുമാനിച്ചു. അഹദത്ത് തഖ്വീം വസജ്ജലത്ത് ഫീഹി അൽ അയ്യാമ വത്താരീഖ ലിസിയാറ. അങ്ങനെ അവർ കലണ്ടർ എടുത്തു. അതിൽ അവർ പോകുന്ന ദിവസവും അവർ സന്ദർശിക്കുന്ന ദിവസങ്ങളൊക്കെ അതിലവരിങ്ങനെ നോക്കി വെക്കുകയാണ് അല്ലേ? അതിലിങ്ങനെ അടയാളപ്പെടുത്തുകയാണ്. ഹയ്യാനുസ ഇത് നമുക്കവരെ സഹായിക്കാം. ഇവിടെ ഒരു ആഗസ്റ്റ് മാസത്തെ 2024 ആഗസ്റ്റ് മാസത്തെ കലണ്ടർ ഉണ്ട് അല്ലേ? ആ കലണ്ടറിൽ ചില ഭാഗങ്ങളൊക്കെ ഇല്ലാതെയുണ്ട്. ആ ഇല്ലാതെയുള്ള പൂരിപ്പിക്കേണ്ട ഭാഗങ്ങൾ നമ്മൾ പൂരിപ്പിക്കണം. ഹയ്യാനു കമ്മിൽ. നോക്കൂ, ദിവസങ്ങളുടെ പേരുകൾ നമ്മൾ പഠിച്ചതല്ലേ? യൗമുൽ അഹദ് ഞായറാഴ്ച. അടുത്ത ദിവസം അവിടെ ഇല്ലല്ലോ. ഏത് ദിവസമാണ്? യൗമുൽ ഇസ്നൈൻ. പിന്നെ യൗമു സലാസ അവിടെയുണ്ട്. അടുത്തത് ഏതാ? യൗമുൽ അർബിയ. യൗമുൽ ഖമീസ് അവിടെയുണ്ട്. അടുത്ത ദിവസം ഏതാണ്? യൗമുൽ ജുമുഅ. ഇനി അവിടെ 2 അക്കങ്ങൾ എഴുതാനുണ്ട് അല്ലേ? ഏതക്കങ്ങളാണ് എഴുതാനുള്ളത്? ഖംസാശറ, സിത്താശറ, സബാശറ. അതെ, സമാനി അശറ അവിടെ എഴുതി കൊടുക്കണം. പിന്നെയോ താഴോട്ട് വന്നാൽ 28 കഴിഞ്ഞാൽ ഏതാ? 29. തിസ്ആ വൈശ്റൂൻ അവിടെ എഴുതി കൊടുക്കണം. ഇനി നോക്കൂ, വസല റാഷിദിൽ മദ്രസത്തി മുബക്കിറൻ. റാഷിദ് മദ്രസയിലേക്ക് നേരത്തെ എത്തി. റഅ അലൽ ലൗഹത്തി ഇഅ്ലാനൻ അനി റിഹ്ലത്തി ദിറാസിയ. ഒരു പഠനയാത്രയെക്കുറിച്ചുള്ള ഒരു പരസ്യം അവിടെ ബോർഡിൽ അവൻ കണ്ടു. ഇലാ ഹൈദരാബാദ് ഹൈദരാബാദിലേക്കാണ്. മിൻ താരീഖി അത്താസിയ ഇലൽ ഖാമിസ് അഷറ ഡിസംബർ. ഡിസംബർ 9 മുതൽ 15 വരെയാണ് ആ യാത്ര. സതകൂനു റിഹ്ലതു ഫിൽ ഖിത്താർ. യാത്ര ട്രെയിനിലായിരിക്കും.
അഖ്ബറ റാഷിദ് ലി ഉമ്മിഹി അനി റിഹലത്തി. റാഷിദ് ആ യാത്രയെക്കുറിച്ച് അവൻ്റെ ഉമ്മയോട് പറഞ്ഞു. ഫദാറ ബൈനഹുമാ ഹിവാർ. അങ്ങനെ അവർ തമ്മിലൊരു സംഭാഷണം നടന്നു. അത് നമുക്ക് പൂരിപ്പിച്ചു കൊടുക്കണം. നോക്കൂ, റാഷിദ് ആദ്യം തന്നെ ഉമ്മയോട് പറയണം, മാമാ ഉഷാരിക്കു ഫിർ റിഹല, ഞാൻ യാത്ര പോകുന്നു, അല്ലേ, ഞാൻ പഠനയാത്ര പോകുന്നു എന്ന് ഉമ്മയോട് പറഞ്ഞു. അപ്പോൾ ഉമ്മ പറഞ്ഞു, ഇല ഇന, എങ്ങോട്ടാണ്? അപ്പോൾ റാഷിദ് പറഞ്ഞു, ഇല ഡാഷ്, എങ്ങോട്ടാണ് യാത്ര പോകുന്നത്? അതെ, ഇല ഹൈദരാബാദ്, ഹൈദരാബാദിലേക്കാണ്. അപ്പോൾ ഉമ്മ ചോദിച്ചു, മത്തർ റിഹല, എപ്പോഴാണ് റിഹല, യാത്ര എപ്പോഴാണ്? അതെ, അത്താസ്യ, എപ്പോഴാണ് യാത്ര ആരംഭിക്കുന്നത്? അത്താസ്യ മിൻ ഷഹരി ഡിസംബർ, ഡിസംബർ 9-നാണ്. പിന്നെ ഉമ്മ ചോദിച്ചു, മത്തൽ ഔദ, എപ്പോഴാണ് മടങ്ങുന്നത്, എപ്പോഴാണ് മടങ്ങി വരുന്നത്? അവിടെ മുകളിലുണ്ടല്ലേ, അൽ ഖാമിസ് അശറ ഡിസംബർ, ഡിസംബർ 15-നാണ്. ഫി ഐ മർക്കബിൻ, ഏത് വാഹനത്തിലാണ്? അതെ, ഫിൽ ഖിത്താർ, ട്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ ഉമ്മ പറഞ്ഞു, തൊബാൻ, ഓക്കെ യാ ബുനയ്യ. അങ്ങനെ ഉമ്മ സമ്മതിച്ചപ്പോൾ റാഷിദ് എന്ത് പറഞ്ഞിട്ടുണ്ടാവും? അതെ, എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ശുക്രൻ എന്നുമ്മയോട് പറഞ്ഞിട്ടുണ്ടാകും, അല്ലേ? അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ചോദ്യപേപ്പറിലുള്ള ചോദ്യങ്ങൾ. വളരെ എളുപ്പമായിരുന്നു, അല്ലേ? പരീക്ഷയൊക്കെ എളുപ്പമായിട്ടുണ്ടാകും എല്ലാവർക്കും. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.